Good morning. Mute ചെയ്തോളൂ. Mute ചെയ്യൂ please. Good morning, ma'am. Good morning, ma'am. Okay, mute ചെയ്യൂ. പേരെന്താ? പേരെനിക്ക് ക്ലിയർ ആവുന്നില്ല. മ്യൂട്ട് ചെയ്യാവോ പ്ലീസ്? തോയിബയോട് മ്യൂട്ട് ചെയ്യാൻ. തോയ്ബ. ഓക്കെ, തോയ്ബ മ്യൂട്ട് ചെയ്യാവോ തോയ്ബ? ഓക്കെ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മെത്തേഡ്സിൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ അതിൽ മൈക്രോവേവ് ഇറാഡിയേഷൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈറ്റ്? അത് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇനി 4th 1 അല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? കെമിക്കൽ മെത്തേഡ്സ് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ പ്ലീസ്? Yes, ma'am. Chemical methods ആണ് പറഞ്ഞത്. നമ്മൾ എന്താണ് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകളെ ഫൈനലി റിമൂവ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള മെത്തേഡ്സുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഇൻസിനറേഷൻ ടെക്നോളജി പറഞ്ഞു. അതിനുശേഷം ഇൻസിനറേഷനിൽ എന്താണ് ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വേസ്റ്റുകളെ ഡിസ്കാർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ്. ഓട്ടോക്ലേവിംഗ് ആണെങ്കിലോ, ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേസ്റ്റുകളിൽ നിന്നും എന്താണ് സൂക്ഷ്മാണുക്കളെ ജെംസുകൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതേപോലെ മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൈക്രോവേവ്സിന്റെ ആ എനർജിയുടെ ഹെൽപ്പോടുകൂടി ഹൈ ഫ്രീക്വൻസി വേവ്സിന്റെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളിൽ നിന്നും ജെംസുകളെ നീക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ. ദെൻ കെമിക്കൽ മെത്തേഡ് നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളതാണ്. കെമിക്കൽ മെത്തേഡ് എന്താണ്? കെമിക്കൽസിന്റെ ഹെൽപ്പോടുകൂടി സൊല്യൂഷൻസ് യൂസ് ചെയ്ത് എന്താണ് ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളിൽ നിന്നാണെങ്കിലും സർഫസിൽ നിന്നെല്ലാം വേസ്റ്റുകളെ നിർവീര്യമാക്കുന്ന ഒരു പ്രോസസ്സാണ് കെമിക്കൽ മെത്തേഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതിനെന്താണ് നമുക്ക് 1% ബ്ലഡിന്റെ എല്ലാം ഇപ്പോ സ്റ്റെയിൻ ആണെങ്കിൽ എന്ത് ചെയ്യാം? 1% ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത് ആ വേസ്റ്റിനെ ആ ജെംസിനെ നിർവീര്യമാക്കാവുന്നതാണ്. അങ്ങനെ കെമിക്കലിന്റെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സാണ് കെമിക്കൽ മെത്തേഡ്. ക്ലിയർ ആണോ? അത് കെമിക്കൽ മെത്തേഡ്സ്. And the 5th one, plasma pyrolysis. നോക്കിക്കോളൂ. Plasma pyrolysis is an ultra-modern technology for safe removal of medical waste. It's an environment-friendly technology. The plasma pyrolysis process is the thermal degradation of organic substances in the absence of air, utilizing plasma energy. എന്താണ്? Sorry. ഇതെന്ന് പറയുന്നത് പ്ലാസ്മ പൈറോലിസിസ് എന്ന് പറയുന്നത് ഒരു സേഫ് ആയിട്ടുള്ള അൾട്രാ മോഡേൺ ടെക്നോളജിയാണ്. ബയോമെഡിക്കൽ വേസ്റ്റുകളെ നിർവീര്യമാക്കുന്നതിനുള്ള സേഫ് ആയിട്ടുള്ള അൾട്രാ മോഡേൺ ടെക്നോളജിയാണ് പ്ലാസ്മ പൈറോലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. കൂടാതെ ഇതെങ്ങനെയാണ്? എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ടെക്നോളജി കൂടിയാണ്. ഇനി ഇതിൽ എങ്ങനെയാണ് വേസ്റ്റുകളെ നിർവീര്യമാക്കുന്നത്? ഇങ്ങനെയാണ്. പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ വിഘടിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാസ്മ പൈറോലിസിസ്. ഓക്കെ. പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ വിഘടിപ്പിച്ച് ഗ്യാസ് ഫോമിലേക്കോ അല്ലെങ്കിൽ എന്താണ് ആഷ് ഫോമിലേക്കോ സോളിഡ് ഫോമിലേക്കോ കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് പ്ലാസ്മ പൈറോലിസിസ്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സ്. ക്ലിയർ ആണോ? പ്ലാസ്മ പൈറോലിസിസ്. And the 6th one, land disposal. Land disposal. As the name indicates, land disposal includes two methods which are open dumping and sanitary landfill. Open dumping is an unsecure method because the waste would then be discarded in any open space that may lead to pollution problems. For sanitary landfills, a secluded area is selected away from the population. The dumping is performed in the ditches layer wise and care is taken so that waste is not exposed to the atmosphere. Okay. Land disposal mainly രണ്ട് മെത്തേഡുകൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഓപ്പൺ ഡംപിങ്, അതേപോലെ തന്നെ സാനിറ്ററി ലാൻഡ്ഫിൽ. ഓപ്പൺ ഡംപിങ് അതേപോലെ സാനിറ്ററി ലാൻഡ്ഫിൽ. ഓപ്പൺ ഡംപിങ് എന്ന് പറയുന്നത് എന്താണ്? അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എൻവയോൺമെന്റിനെ പൊല്യൂട്ടഡ് ആക്കുന്ന സ്ക്രീൻ ചേഞ്ച്. ഓക്കെ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജോ? ലാൻഡ് ഡിസ്പോസൽ. നെക്സ്റ്റ് പേജ്. ഓക്കെ. ക്ലിയർ അല്ലേ? ലാൻഡ് ഡിസ്പോസൽ.
ലാൻഡ് ഡിസ്പോസലിൽ മെയിൻലി രണ്ട് മെത്തേഡ് ഉണ്ട്, ഓപ്പൺ ഡംപിങ് അതേപോലെ തന്നെ സാനിറ്ററി ലാൻഡ് ഫിൽ. ഓപ്പൺ ഡംപിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ്. ഒരു ഓപ്പൺ സ്പേസിൽ കണ്ടെത്തി എന്ത് ചെയ്യുന്നു, ഇത്ര നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓഫ് എല്ലാ വേസ്റ്റുകളെയും ഒരു ഓപ്പൺ സ്പേസിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഓപ്പൺ ഡംപിങ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? അതായത് ഒരാളൊഴിഞ്ഞ പ്രദേശത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു, എല്ലാ വേസ്റ്റുകളെയും ഓപ്പൺ ആയിട്ട് ഡംപ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഓപ്പൺ ഡംപിങ്. അത് എൻവയോൺമെന്റിനെയും ഈവൻ നമ്മുടെ ഹെൽത്തിനെ ആണെങ്കിലും അഫക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, സേഫ് അല്ലാത്ത ഒരു മെത്തേഡാണ്. അതേസമയം സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സാനിറ്ററി ലാൻഡ് ഫിൽ എന്താ ചെയ്യുന്നത്? ഒരു സെക്ലൂഡഡ് ഏരിയ, അതായത് ഒരു ആളൊഴിഞ്ഞ പ്രദേശം തെരഞ്ഞെടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ഡിച്ചസ് കുഴിച്ച് ലെയർ വൈസ് ആയിട്ട് തട്ടുകളാക്കി വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്ന എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ട് എൻവയോൺമെന്റിനെയും അതേപോലെ ഹ്യൂമൻ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എല്ലാ പ്രിക്കോഷനോടും കൂടി വേസ്റ്റുകളെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ഡംപ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സാനിറ്ററി ലാൻഡ് ഫിൽ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഓപ്പൺ ഡംപിങ്ങിലാണെങ്കിൽ എന്താ പ്രത്യേകത? ഒരു ഓപ്പൺ പ്ലേസിൽ കൊണ്ടുപോയിട്ട് എല്ലാ വേസ്റ്റുകളെയും ഡംപ് ചെയ്യുന്നു. ഓക്കെ, മഴയത്ത് അത് ഒലിച്ചു പോകാനുള്ള ചാൻസസ് ഉണ്ട്, അതേപോലെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് പിടിപെടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ സാനിറ്ററി ലാൻഡ് ഫില്ലിൽ എങ്ങനെയാ? ഒരാളൊഴിഞ്ഞ പ്രദേശം, സെക്ലൂഡഡ് ഏരിയ സെലക്ട് ചെയ്തിട്ട് അവിടെ കുഴികൾ ഉണ്ടാക്കി ഡിച്ചസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ലെയർ വൈസ് ആയിട്ട് തട്ടുകളാക്കി ഓരോ വേസ്റ്റുകളെയും ഡിസ്പോസ് ചെയ്യുന്ന. എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളെയും ഈ ഒരു മെത്തേഡിൽ ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ ഏതൊക്കെയായിരുന്നു? നമ്മൾ സേഫ് ലാൻഡ് ഡിസ്പോസൽ എന്ന് പറഞ്ഞു പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു? മെഡിസിൻസ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ, അതേപോലെ ഇൻസിനറേറ്റഡ് ആഷസ് ഒക്കെ ഇല്ലേ, ഇൻസിനറേഷൻ ആഷസ്, അതേപോലുള്ള വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഈ ലാൻഡ് ഫില്ലിലൂടെ അല്ലെങ്കിൽ ഈ സാനിറ്ററി ലാൻഡ് ഫിൽ മെത്തേഡിലൂടെയാണ് റിമൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ലാൻഡ് ഡിസ്പോസൽ, ഓപ്പൺ ഡംപിങ് വരുന്നുണ്ട്, അതേപോലെ സാനിറ്ററി ലാൻഡ് ഫില്ല് വരുന്നുണ്ട്. ഓപ്പൺ ഡംപിങ്ങിൽ ഒരു ഓപ്പൺ പ്ലേസിൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്, അതെനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ, ലാൻഡ് ഡിസ്പോസലില് രണ്ട് മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓപ്പൺ ഡംപിങ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സാനിറ്ററി ലാൻഡ് ഫില്ല് വരുന്നുണ്ട്. ഓപ്പൺ ഡംപിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഓപ്പൺ പ്ലേസ് തെരഞ്ഞെടുത്ത് അവിടെ കൊണ്ടുപോയി എല്ലാ വേസ്റ്റുകളെയും ഡംപ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അതേപോലെ സാനിറ്ററി ലാൻഡ് ഫിൽ ആണെങ്കിൽ ഒരു സെക്ലൂഡഡ് ഏരിയ ആണ്, ഒരു ആളൊഴിഞ്ഞ പ്രദേശം, ജനവാസ മേഖലയിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു ആളൊഴിഞ്ഞ പ്രദേശം തെരഞ്ഞെടുത്ത് അവിടെ ഡിച്ചസ് ഉണ്ടാക്കി ലെയർ വൈസ് ആയിട്ട് വേസ്റ്റുകളെ ഡംപ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സാനിറ്ററി ലാൻഡ് ഫിൽ. നെക്സ്റ്റ് വൺ, 7th വൺ ആണ് അനർട്ടൈസേഷൻ. അനർട്ടൈസേഷൻ മെത്തേഡ് എന്താണ്? In anertization, to bring down the toxicity of the waste and minimize the likely risk, it is mixed with the cement or another inert material. Around 30 to 40% of the cement is blended with the waste. This method is useful for treating pharmaceuticals and for incineration ashes having high metal content. ഓക്കെ, അനർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ ആയിട്ടുള്ളതും അതേപോലെ ആക്റ്റീവ് ആയിട്ടുള്ളതുമായ വേസ്റ്റുകളെ നോൺ റിയാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ് അനർട്ടൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളെ ഇല്ലാതാക്കുന്ന ഒരു മെത്തേഡ്. അതിലെന്താ ചെയ്യുന്നത്? ആ വേസ്റ്റുകളുടെ ടോക്സിസിറ്റി കുറക്കുന്നതിന് വേണ്ടി ആ വേസ്റ്റുകളോടൊപ്പം ഇനേർട്ട് മെറ്റീരിയൽസ്, അതായത് സിമന്റ്, ചുണ്ണാമ്പ്, കുമ്മായം പോലുള്ള മെറ്റീരിയൽസുമായിട്ട് ആഡ് ചെയ്യുന്നു. ആ ഒരു മെത്തേഡാണ് അനർട്ടൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ഏകദേശം 30 മുതൽ 40% സിമന്റ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ ഇൻസിനറേഷൻ ആഷ്, ഹൈ മെറ്റൽ കോണ്ടന്റ് അടങ്ങിയിട്ടുള്ള വേസ്റ്റുകളാണ് ഈ രീതിയിൽ നിർവീര്യമാക്കുന്നത്. ക്ലിയർ ആണോ? അനർട്ടൈസേഷൻ വേസ്റ്റുകളുടെ ടോക്സിസിറ്റി കുറക്കുന്നതിനായിട്ട് സിമന്റ് അല്ലെങ്കിൽ ചുണ്ണാമ്പ് പോലുള്ള മെറ്റീരിയലുമായിട്ട് കൂട്ടിക്കലർത്തുന്ന പ്രോസസ്സിനെയാണ് അനർട്ടൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ മെത്തേഡ് നമ്മൾ പഠിച്ചു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റുകളെ നിർവീര്യമാക്കുന്നതിനുള്ള മെത്തേഡുകൾ, റിമൂവ് ചെയ്യുന്നതിനുള്ള മെത്തേഡുകൾ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഏതായിരുന്നു? വേഗം പറയൂ. ഇൻസിനറേഷൻ. ഇൻസിനറേഷൻ. ഓക്കെ, അതിലെന്താ ചെയ്യുന്നത്? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് വേസ്റ്റുകളെ കത്തിച്ചു കളയുന്നു. രണ്ടാമത്തെ എന്തായിരുന്നു? ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ്. എന്ത് ചെയ്യുന്നു? അതില്
സ്റ്റീം യൂസ് ചെയ്ത് സ്റ്റീം ചെയ്യുന്നു, ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റീം വെച്ചിട്ട് ഡിസ്പോസ്. ജെംസുകളെ നിർവീര്യമാക്കുന്നു. ഓക്കെ, ദെൻ മൈക്രോവേവ് ഇറാഡിയേഷൻ, മൈക്രോവേവ് എനർജിയുടെ ഹെൽപ്പോടുകൂടി അല്ലെങ്കിൽ വേവ്സിന്റെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളിൽ നിന്നും ജെംസുകളെ നിർവീര്യമാക്കുന്ന ഒരു പ്രോസസ്സാണ്. ദെൻ കെമിക്കൽ മെത്തേഡ് എന്താ? കെമിക്കൽസ് യൂസ് ചെയ്ത് വേസ്റ്റുകളെ ഇല്ലാതാക്കുന്ന, ഐ മീൻ ജെംസുകളെ ഇല്ലാതാക്കുന്ന ഒരു മെത്തേഡ്. ദെൻ പ്ലാസ്മ പൈറോലിസിസ് ആണെങ്കിലോ, പ്ലാസ്മ എനർജിയുടെ ഹെൽപ്പോടുകൂടി വേസ്റ്റുകളെ വിഘടിപ്പിക്കുന്ന ഒരു പ്രോസസ് ആണ് പ്ലാസ്മ പൈറോലിസിസ്. ഓക്കെ, അൾട്രാ മോഡേൺ ടെക്നോളജി ആണ്, സേഫ് ആയിട്ടുള്ള ഒരു ടെക്നോളജി കൂടിയാണ്. ദ ലാൻഡ് ഡിസ്പോസൽ മെയിൻലി 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഓപ്പൺ ഡംപിങ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സാനിറ്ററി ലാൻഡ്ഫിൽ വരുന്നുണ്ട്. ദെൻ അനർട്ടൈസേഷൻ, വേസ്റ്റുകളുടെ ടോക്സിസിറ്റി കുറക്കുന്നതിന് വേണ്ടി സിമന്റ്, ചുണ്ണാമ്പ്, കുമ്മായം പോലുള്ള സബ്സ്റ്റാൻസുമായിട്ട് ഇത്തരം വേസ്റ്റുകളെ കൂട്ടിക്കലർത്തുന്നതിനുള്ള ഒരു പ്രോസസ്സാണ് അനർട്ടൈസേഷൻ. എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകൾക്കും ഈ മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. എസ്പെഷ്യലി ഏതാണ്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, അതേപോലെ തന്നെ ഇൻസിനറേഷൻ, ആഷ്, ഇത്തരത്തിലുള്ള വേസ്റ്റുകളെയാണ് ഈ രീതിയിൽ റിമൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കിക്കോളൂ, ബെനിഫിറ്റ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സുമായിട്ട് മെയിൻലി 4 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഏതൊക്കെയാ? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു? വേസ്റ്റുകളെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു അല്ലേ? വേസ്റ്റ് കളക്ഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാ? സെപ്പറേറ്റ് ചെയ്യുക, സോർട്ട് ഔട്ട് ചെയ്യുക. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് ഏതായിരുന്നു? സ്റ്റോറേജ്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ്, ഫൈനൽ സ്റ്റെപ്പ് ഏതായിരുന്നു? ഡിസ്പോസൽ. ട്രീറ്റ്മെന്റ്, അതിനെന്താണ്? നിർവീര്യമാക്കുക, അതിനെ ഇല്ലാതാക്കുക. ഇതാണ് മെയിൻ ആയിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന പ്രോസസ്സുകൾ. ഇനി ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? നമ്മൾ ഇത്തരത്തിലെ വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് ഫൈനലി ഡിസ്പോസലിന് വിധേയമാക്കുന്നു. ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? എന്തൊക്കെയായിരിക്കാം ബെനിഫിറ്റ്? നോക്കിക്കോളൂ. ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് എന്താക്കാൻ കഴിയുന്നുണ്ട്? ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് ആക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് വൺ, റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ അക്വേർഡ് ആൻഡ് ജനറൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചില അസുഖങ്ങളുണ്ട് അല്ലെ, നോസോകോമിയൽ ഇൻഫെക്ഷൻ തടയാനായിട്ട് കഴിയുന്നുണ്ട്. വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ തടയാനായിട്ട് കഴിയുന്നുണ്ട്. ദെൻ റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്തിൻ ദ ഹോസ്പിറ്റൽ. ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി, എന്തെങ്കിലും വേസ്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന് ഇൻഫെക്ഷൻ സ്പ്രെഡായി. ഓക്കെ, അതിനെ നമുക്ക് ഇല്ലാതാക്കുന്നതിന് ധാരാളം എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. PP വെയർ ചെയ്യണം, അതിനുള്ള സൊല്യൂഷൻ കൊണ്ടുവരണം, അങ്ങനെ ഒത്തിരി എക്സ്പെൻസ് ആണ് അല്ലെ, എക്സ്പെൻസീവ് വരുന്നുണ്ട്. അപ്പൊ അത്തരം പ്രൈസ് കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട്. വേസ്റ്റുകളെ നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇൻഫെക്ഷൻ തടയാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന പ്രൈസ് കുറക്കാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? And the fourth one, reduction in the probability of disease and death due to reuse and repackaging infectious disposable. നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ കഴിയുന്ന വേസ്റ്റുകൾ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു നീഡിൽ യൂസ് ചെയ്തു, നീഡിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം, വേണ്ടേ? പഞ്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഡിസ്കാർഡ് ചെയ്തിരിക്കണം. അതെല്ലാം നമ്മൾ അവിടെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കിടയിലേക്ക് സ്റ്റാഫിന്റെ ദേഹത്ത് അത് തുളച്ചു കയറാനും അതേപോലെ ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ടും കാരണമാകാം ഇല്ലേ. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോട്ടോകോൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു നീഡിൽ എടുത്തു കഴിഞ്ഞാൽ പ്രോട്ടോകോൾസ് എന്താ പറയുന്നത്? മസ്റ്റ് ആയിട്ടും അതുടനെ തന്നെ പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഡിസ്കാർഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നത് കൊണ്ട് എന്താണ് അസുഖങ്ങളെയും മരണത്തെയും കുറക്കാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? And the last one, second last one, low incidence of occupational health problems. സ്റ്റാഫുകൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാഫുകൾക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് പിടിപെടാനായിട്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടാനായിട്ട് കാരണമാകുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള നമ്മൾ പ്രിക്കോഷൻസ് എല്ലാ വേസ്റ്റുകളെയും വേണ്ട രീതിയിൽ എന്താണ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നത് കൊണ്ട് ജോലി സ്ഥലത്തെ എന്താണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അസുഖങ്ങൾ തടയാനായിട്ട് കഴിയുന്നുണ്ട്. And the last one എന്താണ്? Improved image of the healthcare institution and increase the quality of life.
ആ ഹോസ്പിറ്റലിന്റെ ആ എന്താണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇമേജ് ഇൻക്രീസ് ചെയ്യാനും അതുവഴി നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനും കഴിയുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഇൻഫെക്ഷൻ മൂലം അസുഖങ്ങൾ പടരുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആളുകൾ ചെല്ലാനായിട്ട് ഭയപ്പെടില്ലേ? സോ എന്താണ്, നല്ല രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ് നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ആ ഹോസ്പിറ്റൽസിന്റെ ഇമേജ് ഇൻക്രീസ് ചെയ്യാനും കഴിയുന്നുണ്ട്. അപ്പൊ ഇതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഒരു 6 പോയിന്റ് വരുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണോ 6 പോയിന്റ്സ്? അതെ മാം. ഓക്കെ, ദെൻ നോക്കിക്കോളൂ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി ഇമേജ്. Image associate with all modern medicine healthcare establishment in both private and government like hospitals based on their bed strength, clinic based on number of rooms and facilities, lab based on diagnostic facilities, dental clinics based on number of dental chairs, nominal non-returnable fees being charged at the time of affiliation. So ഇമേജ് IMAGE ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് എക്കോ ഫ്രണ്ട്ലി. ഇമേജ് എന്ന് പറയുന്നത് IMA കേട്ടിട്ടില്ലേ? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒരു അനുബന്ധ സ്ഥാപനമാണ്. ഇത് പാലക്കാട് ജില്ലയിലാണ് ഫസ്റ്റ് നിലവിൽ വന്നത്. ഏകദേശം 20 വർഷത്തോളമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണെങ്കിലും അല്ലെങ്കിൽ അതേപോലുള്ള ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും അതേപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുമുള്ള വേസ്റ്റുകൾ കളക്ട് ചെയ്ത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ത്? ഇമേജ്. ക്ലിയർ ആണോ? അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ് ആണ് ഇമേജ്. നമ്മൾ പറഞ്ഞില്ലേ വേസ്റ്റിനെ കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? അത് എങ്ങോട്ടേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്നത്? ഈ ഇമേജിലോട്ടാണ് എല്ലാ ടൈപ്പ് ഓഫ് വേസ്റ്റുകളും ഫൈനലി എത്തിച്ചേരുന്നത്. ഇവിടെ വെച്ചാണ് പലതരത്തിലുള്ള ഡിസ്പോസൽ മെത്തേഡിന് ഈ വേസ്റ്റുകൾ വിധേയമാകുന്നത്. ക്ലിയർ ആണോ? സോ ബയോമെഡിക്കൽ വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള പ്ലാന്റ് ആണ് ഇമേജ്. എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും കളക്ട് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെ ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്കാർഡ് ചെയ്യുന്നതിനുള്ള ഒരു സ്ഥാപനമാണ്, പ്ലാന്റ് ആണ് ഇമേജ്. ക്ലിയർ ആണോ? ഇത് എന്താണ് ഇമേജ്? ക്ലിയർ ആണോ? മിസ് ഒന്നും കൂടി പറയുവാ? ഇമേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ്. പല ഹോസ്പിറ്റലുകളിൽ നിന്നും ഇതേപോലുള്ള ക്ലിനിക്സ് ആണെങ്കിലും ലാബുകൾ, ഹോസ്പിറ്റലുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ഫെസിലിറ്റീസിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെ ശാസ്ത്രീയമായിട്ട് ഡിസ്കാർഡ് ചെയ്യുന്നതിനുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ എന്താണ്, ഒരു പ്ലാന്റ് ആണ് ഇമേജ്. ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ്. ഒറ്റ സെന്റൻസ് പഠിച്ചു വെച്ചാൽ മതി. ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ്. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ്. ഓക്കെ ആണോ? ഇനി എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്തിന്റെ ബേസിലാണ്? ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ലാർജ് ഹോസ്പിറ്റൽ ഉണ്ടാകാം, അതേപോലെ ചെറിയ രീതിയിൽ നടത്തപ്പെടുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാകാം. അതേപോലെ ലാബുകൾ എന്താണ്? വലിയ രീതിയിൽ നടക്കുന്ന ലാബുകൾ ഉണ്ടാകാം, സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ലാബുകൾ ഉണ്ടാകാം അല്ലേ? അപ്പോൾ അതിന്റെ എങ്ങനെയാണ് ലാർജ് ഹോസ്പിറ്റൽ ആണോ അല്ലെങ്കിൽ സ്മോൾ ഹോസ്പിറ്റൽ ആണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ലാർജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ നിന്നും, അതേപോലെ സ്മോൾ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ നിന്നുമുള്ള വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഒരു എന്താണ് പൈസ, ചാർജ്, ക്യാഷ് അവർ ഈടാക്കുന്നുണ്ട്. അപ്പൊ ലാർജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ വലിയൊരു എമൗണ്ട് ആയിരിക്കും എന്താണ് അവരിൽ നിന്നും ഈടാക്കുന്നത്. അതേപോലെ ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ചെറിയ എമൗണ്ട് ആയിരിക്കും അവരിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എന്തിന്റെ ബേസിലാണ് ലാർജ് ഹോസ്പിറ്റൽ ആണോ അല്ലെങ്കിൽ സ്മോൾ ഹോസ്പിറ്റൽ ആണോ എന്ന് തിരിച്ചറിയുന്നത്? ഓരോ ഹോസ്പിറ്റലിലെ ബെഡിന്റെ അടിസ്ഥാനത്തിൽ. വെരി ഗുഡ്. ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിന്റെ ബെഡിന്റെ സ്ട്രെങ്ത് നോക്കിയിട്ടാണ് എത്ര ആളുകളെ കിടത്തി ചികിത്സ നൽകാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു ബെഡ് സ്ട്രെങ്ത്തിന്റെ ബേസിലാണ് വലിയ ഹോസ്പിറ്റൽ ആണോ അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി ക്ലിനിക്സ് ആണെങ്കിലോ? ക്ലിനിക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ റൂമിന്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസിന്റെ ബേസിലാണ് വലിയ ക്ലിനിക്സ് ആണോ അല്ലെങ്കിൽ എന്താണ് സ്മോൾ ക്ലിനിക്സ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇനി ലാബുകളാണെങ്കിലോ? ലാബ് ഡയഗ്നോസിസിന്റെ അടിസ്ഥാനത്തിൽ. ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസിന്റെ ബേസിലാണ് എങ്ങനെയുള്ള ലാബാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഡെന്റൽ ക്ലിനിക്സ് ആണെങ്കിലോ?
അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഡെന്റൽ ചെയർ കണ്ടിട്ടില്ലേ? സാധാരണ ചെയർ ആണോ ഡെന്റൽ ചെയർ എന്ന് പറയുന്നത്? ഒരു ഡെന്റൽ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ചെയർ ആണ്. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ചെയർ കണ്ടിട്ടില്ലേ? അപ്പോൾ അത്തരം ചെയർ എത്ര ചെയേഴ്സ് ഉണ്ട് അതിന്റെ ബേസിലാണ് വലിയ ക്ലിനിക് ആണോ അല്ലെങ്കിൽ വലിയ ഡെന്റൽ ക്ലിനിക് ആണോ സ്മോൾ ഡെന്റൽ ക്ലിനിക് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്താണ് ഇമേജ്? ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ് ആണ്. ഇനി അവിടെ എത്തുന്ന വേസ്റ്റുകളിൽ നിന്നും അവിടെ എന്താണ് വേസ്റ്റുകൾ നമ്മൾ റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും ഒരു ക്യാഷ് എന്താണ് ക്യാഷ് ഈടാക്കുന്നുണ്ട്. അതെന്തിന്റെ ബേസിലാണ്? ലാർജ് ഹോസ്പിറ്റൽ ആണോ സ്മോൾ ഹോസ്പിറ്റൽ ആണോ അതിന്റെ ഒരു വ്യത്യാസത്തിലാണ് ആ ക്യാഷും എന്താണ് ഡിഫറെന്റ് ആണ്. എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ഒരേ എമൗണ്ട് അല്ല കളക്ട് ചെയ്യുന്നത്. അത് ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി നോക്കിക്കോളൂ. നോമിനൽ നോൺ റിട്ടേണബിൾ ഫീസ് ബീങ് ചാർജ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഫിലിയേഷൻ. ഓക്കെ, അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ സാധാരണ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു, പിറ്റേ ദിവസം മുതൽ ആ വേസ്റ്റുകൾ ഡയറക്റ്റ് ആയിട്ട് ഇമേജിലേക്ക് കൊണ്ടു ചെല്ലാനായിട്ട് പാടില്ല. അതിനു മുൻപ് ചില എന്താണ് ഒരു ഫോർമൽ റിലേഷൻഷിപ്പ്, ചില എഗ്രിമെന്റ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനെയാണ് അഫിലിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ അഫിലിയേഷൻ എടുക്കുന്ന ടൈമിൽ ഒരു എമൗണ്ട് എന്താണ് അഫിലിയേഷന്റെ ടൈമിൽ ഒരു എമൗണ്ട് എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് അഫിലിയേഷന്റെ ടൈമിൽ ചെറിയൊരു എമൗണ്ട് അവർ ഈടാക്കുന്നുണ്ട്. ദെൻ ദ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ബീയിങ് met charging a nominal monthly fee as operational cost declared for the category HCI. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സ്മോൾ സ്കെയിൽ ആണോ ലാർജ് ഹോസ്പിറ്റൽ ആണോ എന്നുള്ളത് തീരുമാനിച്ച് അതിനുള്ള വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള ഒരു എമൗണ്ട് ആയിട്ട് എല്ലാ മാസവും ഹോസ്പിറ്റലുകളിൽ നിന്നും എന്താണ് ഒരു എമൗണ്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അത് ക്ലിയർ ആണോ? അഫിലിയേഷൻ ടൈമിൽ ഒരു ഫീസ് വാങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ മന്ത്ലി എന്താണ് ഫീസ് വാങ്ങുന്നുണ്ട്. Then next നോക്കിക്കോളൂ. Image was started at Palakkad and it was commissioned on 14th December 2003. The image plan has been working successfully from January 2004 and has been providing commendable service to the state since its formation. Image thereby guarantees scientific removal of infectious waste generated from health caring institutions across Kerala within 48 hours in line with the provisions laid down in the Biomedical Waste Management Rules 2016 released by the Ministry of Environmental and Forest Government of India. Okay, ഇനി ഇമേജ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? പ്ലേസ് പാലക്കാടാണ്, പാലക്കാട് ജില്ലയിലാണ് ഇമേജ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻ വിച്ച് ഇയർ? ഇത് കമ്മീഷൻ ചെയ്തത് ഡിസംബർ 2003 ഡിസംബർ 14th. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. കമ്മീഷൻ ചെയ്ത ഡേറ്റ് എന്നാണ്? ഡിസംബർ 2003. ഓക്കെ, ക്ലിയർ ആണോ? ഇത് 2003 ഡിസംബർ 14th തീയതിയാണിത് കമ്മീഷൻ ചെയ്തത്. പ്ലേസ് ഏതായിരുന്നു? പാലക്കാടാണ്. ഇനി ഇത് സക്സസ്ഫുൾ ആയിട്ട് 2003 സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇത് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ജാനുവരി 2004 മുതലാണ്. ഓക്കെ, ജാനുവരി 2004 മുതലാണ് എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും കേരളത്തിലുടനീളമുള്ള എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന 48 മണിക്കൂറിനുള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇമേജിൽ കൊണ്ടുവന്ന് അതിനെ ഡിസ്പോസൽ ചെയ്യുക. ഓക്കെ, ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് 2004 ജനുവരി മുതലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പാലക്കാടാണ്, പിന്നെ കമ്മീഷൻ ചെയ്ത ഡേറ്റ്. ഇനി നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നായിരുന്നു? ഇയർ എന്നായിരുന്നു? 1998 ആ റൂള് നിലവിൽ വന്നത്. അപ്പൊ അതിൽ പലതരത്തിലുള്ള അമെന്റ്മെന്റുകൾ ഭേദഗതികൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞു അല്ലെ? ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇമേജുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ കൊണ്ടുവന്നത് 2016. ഓക്കെ, 2016 ഇതുമായി ബന്ധപ്പെട്ട ആ നിയമത്തില് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. Then next നോക്കിക്കോളൂ.
All government healthcare institutions under Directorate of Health Services Kerala and Directorate of Medical Education of Kerala are beneficiaries of this special scheme of image, by which they are spared from paying affiliation fees and are made eligible for the service from image at a subsidized rate. Okay, എന്താ പറയുന്നത്? ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ, അതായത് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ക്ലിനിക്സ് ആയിക്കോട്ടെ, ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് അഫിലിയേഷൻ എന്താണ് അടയ്ക്കേണ്ടതില്ല. ക്ലിയർ ആണോ? ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ എന്താണ് അവർക്ക് അഫിലിയേഷൻസ് പേ ചെയ്യേണ്ടതില്ല. അതേപോലെ തന്നെ ഈ മന്ത്ലി ഒരു എമൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, അത് സബ്സിഡി നിരക്കിൽ എന്താണ് ഇമേജിൽ നിന്നും സേവനങ്ങൾ ലഭിക്കുന്നതിന് ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് അർഹതയുണ്ട് അല്ലെങ്കിൽ യോഗ്യതയുണ്ട്. ക്ലിയർ ആണോ അത്? സോ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ അഫിലിയേഷൻ ടൈമിൽ അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കേണ്ടതില്ല. മറ്റെല്ലാ ഫീസുകൾക്കും എന്താണ് സബ്സിഡി നിരക്കിൽ അടച്ചാൽ മതി. ഓക്കെ, പ്രൈവറ്റ് ആണെങ്കിൽ എന്താണ് അഫിലിയേഷൻ ഫീസ് അടയ്ക്കണം, അതേപോലെ തന്നെ മന്ത്ലി ഉള്ള എല്ലാ എമൗണ്ടും അവർ അടച്ചിരിക്കണം. Then next നോക്കിക്കോളൂ. On an average about 55.8 tons of biomedical waste arrives at the image plant daily, of which 30.5 tons are incinerable waste, 19 tons are autoclavable waste, and 5 tons are bottles. 0.7 ton is sharp and metals. 0.6 ton is discarded medicines. This waste is gathered from all 13,000 plus healthcare centers across the state of Kerala within 24 hours of its generation. Okay, എന്താ അതിൽ പറയുന്നത്? ഏകദേശം കേരളത്തിലുടനീളമുള്ള 13,000-ഓളം ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്നുള്ള വേസ്റ്റുകൾ എന്താണ് ഈ ഇമേജിൽ ഡെയിലി എത്തിച്ചേരുന്നുണ്ട്. ക്ലിയർ ആണോ? 24 മണിക്കൂറിനുള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഏകദേശം 13,000 പ്ലസ് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്നുള്ള വേസ്റ്റുകൾ ഇമേജിൽ എത്തിച്ചേരുന്നുണ്ട്. അതില് 55.8 ടൺസ് 55.8 ടൺസ് എങ്ങനെയുള്ള വേസ്റ്റുകളാ? 55.8 ടൺസ് വേസ്റ്റുകൾ ഇമേജിൽ എത്തിച്ചേരുന്നുണ്ട്. അതില് 30.5 ടൺസ് എങ്ങനെയുള്ള വേസ്റ്റുകളാ? ഇൻസിനറബിൾ വേസ്റ്റുകളാണ്, അതായത് യെല്ലോ ബാഗിൽ കളക്ട് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ്. ക്ലിയർ ആണോ? ദെൻ 19 ടൺ ഓട്ടോക്ലേവബിൾ വേസ്റ്റുകളാണ്, അതായത് റെഡ് ബാഗിൽ കളക്ട് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളാണ്. ദെൻ 5 ടൺസോ 5 ടൺസ് ബോട്ടിൽസ് ആണ്. ആൻഡ് 0.7 ടൺ എങ്ങനെയാണ് ഷാർപ്പ് ആൻഡ് മെറ്റൽ വേസ്റ്റുകളാണ്. ആൻഡ് 0.6 ടൺ ഡിസ്കാർഡഡ് മെഡിസിൻസ് ആണ്. സോ എന്താണ് 13,000 പ്ലസ് ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്നും ഇമേജില് വേസ്റ്റുകൾ എത്തിച്ചേരുന്നുണ്ട്. 55.8 ടണ്ണോളം വേസ്റ്റുകളാണ് ഇമേജില് ഡെയിലി എത്തിച്ചേരുന്നത്. ക്ലിയർ ആണോ ഇത്? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതില്? സോ അതോടുകൂടി എന്താണ് ഇമേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇമേജിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇമേജ് എന്താണ്? ഇമേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം? ഒറ്റ വേർഡിൽ എങ്ങനെ പറയാം? ഒറ്റ സെന്റൻസിൽ എങ്ങനെ പറയാം? എന്താണ് ഇമേജ്? ബയോമെഡിക്കൽ പ്ലാന്റ് ആണ് ഇമേജ്. ഓക്കെ, അതെന്നാ നിലവിൽ വന്നത്? 2014 ജനുവരി 2003. ഓക്കെ, 2003 വിച്ച് പ്ലേസ്? പാലക്കാട് നിലവിൽ വന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്തായിരുന്നു പഠിച്ചത്? ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് അഫിലിയേഷൻ അടയ്ക്കേണ്ടതില്ല. അതേപോലെ തന്നെ മറ്റെല്ലാ ഫീസുകളിലും എന്താണ് അവർക്ക് സബ്സിഡി നിരക്കിലാണ് എമൗണ്ട് പേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിൽ മാത്രം. ഇനി ഏകദേശം 13,000 പ്ലസ് ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്നുള്ള വേസ്റ്റുകൾ ഏകദേശം 55.8 ടണ്ണോളം വേസ്റ്റുകൾ ഇമേജിൽ എത്തിച്ചേരുന്നുണ്ട്, ഡെയിലി ബേസിസിൽ എത്തിച്ചേരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ ഇത്? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. ഓക്കെ, ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽസിലെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഭരണാധികാരികൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം? ഫസ്റ്റ് പോയിന്റ് എന്താ? Every hospital must have well-defined awareness and training program for all the category of personnel concerning BMW, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ്. BMW ബയോമെഡിക്കൽ റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? റിജോ ലാസ്റ്റ് പേജ്.
മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. ഓക്കെ, അവിടെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന്. സൈറ്റോടോക്സിക് ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സിമ്പിൾ ആണ്? ബയോഹസാർഡ്. ഓക്കെ, നിങ്ങൾക്ക് പരിചയമുള്ള സിമ്പിൾ തന്നെയാണത്. Then management and administration must make sure ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭരണാധികാരികളെ എന്തെല്ലാം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം? ഫസ്റ്റ് വൺ എന്താണ്? എല്ലാ ഹോസ്പിറ്റൽസിലെയും, അതായത് ഹോസ്പിറ്റൽസിലെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവയർനെസ്സും ട്രെയിനിങ് പ്രോഗ്രാംസും നൽകിയിരിക്കണം. ഓക്കെ, അത് ഹോസ്പിറ്റൽസിന്റെ ഉത്തരവാദിത്തമാണ്. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ അവയർനെസ്സും അതേപോലെ ട്രെയിനിങ് പ്രോഗ്രാംസും നൽകിയിരിക്കണം. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ്, training has to be given in suitable language in a manner that is acceptable. Each hospital should set up a hospital waste management committee. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി എന്താണ്? രൂപീകരിച്ചിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കണം. ഇനി ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ട്രെയിനിങ് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭാഷയിലായിരിക്കണം ട്രെയിനിങ് നൽകേണ്ടത്. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള എന്താണ് ഭാഷയിലായിരിക്കണം ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. This committee should be liable for making hospital specific action plan for hospital waste management and its supervision, monitoring and implementation. ഇനി ഈ കമ്മിറ്റിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കാം? കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാ പറയുന്നത്? വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ്? ആക്ഷൻസ് എടുക്കുക, സൂപ്പർവിഷൻ നടത്തുക, അതേപോലെ മോണിറ്റർ ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കേണ്ടത് എന്താണ്? ഈ കമ്മിറ്റിയാണ്. ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് കമ്മിറ്റി ആയിരിക്കണം. The yearly reports accident needed as required under biomedical waste management rules should be submitted to the concerned authorities as in keeping DMW rules format. ഇനി ഇതുമായി ബന്ധപ്പെട്ട ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട വാർഷിക റിപ്പോർട്ട്, ഇയർലി റിപ്പോർട്ട്സ്, അതേപോലെ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റീസിന് എന്താണ്? കൈമാറിയിരിക്കണം, ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. ഫസ്റ്റ് വൺ എന്താണ്? ഹോസ്പിറ്റൽസിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും ട്രെയിനിങ്ങും അവയർനെസ്സും നൽകിയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ എന്തായിരുന്നു? ഹോസ്പിറ്റൽ കമ്മിറ്റീസ് രൂപീകരിച്ചിരിക്കണം. അതേപോലെ തന്നെ ട്രെയിനിങ് അവർക്ക് അനുയോജ്യമായ രീതിയിലോ ഭാഷയിലോ ആയിരിക്കണം നൽകേണ്ടത്. ഇനി കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? എന്തൊക്കെയാ റെസ്പോൺസിബിലിറ്റീസ്? വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സൂപ്പർവിഷൻ, മോണിറ്ററിംഗ്, ഇംപ്ലിമെന്റേഷൻ ഇതെല്ലാം നടത്തേണ്ടത് ആരാണ്? ഈ കമ്മിറ്റിയാണ്. അതേപോലെ തന്നെ ഇയർലി റിപ്പോർട്ട്, ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ള അതിന്റെ റിപ്പോർട്ട്, ഇതെല്ലാം അതോറിറ്റിക്ക് കൈമാറിയിരിക്കണം. ക്ലിയർ ആണോ അത്? ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് വിച്ച് ഈസ് മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. ഓക്കെ, വേസ്റ്റുകളെ റിഡ്യൂസ് ചെയ്യുന്നതിന് ഏതെല്ലാം രീതിയിൽ കഴിയും? അതിനുള്ള മെഷേഴ്സ്, നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ആസ് ഫാർ ആസ് പോസിബിൾ പർച്ചേസ് ഓഫ് റീയൂസബിൾ ഐറ്റംസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ആൻഡ് മെറ്റൽ ഷുഡ് ബി പ്രൊമോട്ടഡ്. എങ്ങനെയുള്ള ഐറ്റംസ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ടത്? റീയൂസ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ഐറ്റംസ് ആയിരിക്കണം പർച്ചേസ് ചെയ്യേണ്ടത്. ഗ്ലാസ്, മെറ്റൽസ് പോലുള്ള ഐറ്റംസ് കൂടുതലും പർച്ചേസ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ക്ലിയർ ആണോ ഇത്? ഫസ്റ്റ് പോയിന്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ, choose non-PVC plastic items. Non-PVC plastic items തിരഞ്ഞെടുക്കുക. PVCയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം കെമിക്കൽ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അത് എന്താണ്? ഇപ്പൊ നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞാലും എന്താണ് അതിൽ ലോങ് റണ്ണിൽ നമ്മുടെ എൻവയോൺമെന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് PVC എന്ന് പറയുന്നത്. സോ non-PVC plastic items ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. Then third one, adopt procedures and policies for genuine management of waste produced. പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോളിസീസും എന്താണ്? സ്വീകരിച്ചിരിക്കണം, അഡോപ്റ്റ് ചെയ്തിരിക്കണം.
ധാരാളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വേസ്റ്റുകളെ നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോളിസീസും ഫോളോ ചെയ്തിരിക്കണം. ആൻഡ് ദ ഫോർത്ത് വൺ എന്താണ്? എസ്റ്റാബ്ലിഷ് എഫക്റ്റീവ് ആൻഡ് സൗണ്ട് റീസൈക്ലിംഗ് പോളിസി ഫോർ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആൻഡ് കോണ്ടാക്ട് വിത്ത് ഓതറൈസ്ഡ് മാനുഫാക്ചേഴ്സ്. പ്ലാസ്റ്റിക് വീണ്ടും എന്താണ് റീയൂസ് ചെയ്യുന്നതിന് വേണ്ടി, പുനരുപയോഗിക്കുന്നതിന് വേണ്ടി ഓതറൈസ്ഡ് മാനുഫാക്ചേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ റീസൈക്ലിംഗുമായി ബന്ധപ്പെട്ട പോളിസികൾ കൊണ്ടുവരികയും ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു? റീയൂസ് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. രണ്ടാമത്തേത് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ് തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ എന്തായിരുന്നു? വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായ നിയമങ്ങള്, പോളിസികള് കൊണ്ടുവരിക. നാലാമത്തേത് എന്താണ്? പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട, പ്ലാസ്റ്റിക് റീസൈക്ലിംഗുമായി ബന്ധപ്പെട്ട പോളിസികൾ കൊണ്ടുവരിക. ക്ലിയർ ആണോ 4 പോയിന്റ്സ്? സോ ഇതോടുകൂടി ചാപ്റ്റർ എന്താണ്? കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കണം കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ മെയിൻലി നമ്മൾ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പഠിച്ചു. ഇനി അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇത് ആരെയൊക്കെയാണ് അഫക്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം അതിന്റെ അഭിപ്രായത്തിൽ 8 കാറ്റഗറീസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ട്. ഓർക്കുന്നുണ്ടോ ഏതൊക്കെയാണെന്ന്? 8 കാറ്റഗറീസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ട്. പിന്നെന്തായിരുന്നു? ബയോമെഡിക്കൽ വേസ്റ്റുകൾ മെയിൻലി രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഹസാർഡും അതേപോലെ തന്നെ നോൺ ഹസാർഡും. അതിനുശേഷം ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ 1998 നമ്മൾ പഠിച്ചു. ഇനി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ ഡ്യൂട്ടി ഓഫ് ഒക്യുപ്പയർ പഠിച്ചു. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്, മെയിൻലി 4 ഘട്ടങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഫസ്റ്റ് ഏതായിരുന്നു? വേസ്റ്റ് കളക്ഷൻ, സെഗ്രിഗേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഫൈനൽ റിമൂവൽ. ഓക്കെ, ഇങ്ങനെ 4 പ്രോസസ്സ് വരുന്നുണ്ട്. അതിലാണ് നമ്മൾ ആ ടേബിൾ പഠിച്ചത്, ഓർക്കുന്നില്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകളെ ഏത് കളർ കോഡുള്ള ബാഗുകളിലാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ടേബിൾ വരുന്നത് സെഗ്രിഗേഷനിലാണ്. അതിനുശേഷം ഇതിനെ ഫൈനലി റിമൂവ് ചെയ്യുന്നതിനുള്ള മെത്തേഡുകൾ 7 പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഇൻസിനറേഷൻ, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവ് ഇറാഡിയേഷൻ, കെമിക്കൽ മെത്തേഡ്സ്, പ്ലാസ്മ പൈറോലിസിസ്, ലാൻഡ് ഡിസ്പോസൽ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇനർട്ടൈസേഷൻ. ഓക്കെ, ഇനി വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നു. ആ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ബെനഫിറ്റ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അതിനുശേഷം ഇമേജ് എന്താണെന്ന് പഠിച്ചു. വേസ്റ്റുകളെ കൊണ്ടുപോകുന്ന, ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള പ്ലാന്റ് ആണ് ഇമേജ്. 2003 ഡിസംബർ 14, 2003 ഇത് കമ്മീഷൻ ചെയ്തത്. അതേപോലെ തന്നെ പാലക്കാടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണെങ്കിൽ, ഗവൺമെന്റ് ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്താണ്? അഫിലിയേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. അതേപോലെ തന്നെ സബ്സിഡി ലഭിക്കുന്നതാണ്. ഇനി ഹോസ്പിറ്റൽസിന്റെ മാനേജ്മെന്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം? ഇനി ഇത്തരം വേസ്റ്റുകൾ മിനിമൈസ് ചെയ്യുന്നതിനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. എല്ലാവർക്കും ക്ലിയർ ആണോ അത്? ഓക്കെ, നമുക്കിനി എന്താണ് ബെനഫിറ്റ്സ് ഒന്നുകൂടി പറയാമോന്നാ? ഓക്കേടാ, പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ, നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം, അതുകൊണ്ടാണ്. ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്താണ്? ആ സറൗണ്ടിങ് ക്ലീൻ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമത്തെ എന്തായിരുന്നു? ഹോസ്പിറ്റലിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫെക്ഷൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ഇൻഫെക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടി ചെലവാക്കേണ്ടി വരുന്ന പ്രൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇൻഫെക്ഷൻ കൺട്രോൾ മെത്തേഡ് എപ്പോഴാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരുന്നത്? എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകുമ്പോഴാണ് അല്ലേ? അപ്പൊ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാതെ നമ്മൾ പ്രോപ്പർ ആയിട്ട് വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനുവേണ്ടി ചെലവാക്കേണ്ടി വരുന്ന എക്സ്പെൻസ്, പ്രൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, മരണങ്ങൾ കുറക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഇപ്പൊ ഒരു എന്താണ് സിറിഞ്ച്, അതിൽ നിന്നും എന്താണ് ഇൻഫെക്ഷൻ ഉണ്ടായാൽ മരണം വരെ സംഭവിച്ചേക്കാം അല്ലെ? അപ്പൊ വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നത് കൊണ്ട് അതുമൂലം ഉണ്ടാകാവുന്ന മരണങ്ങളും അസുഖങ്ങളും കുറക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ആ ഫീൽഡിൽ
വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്താണ് ഒക്യുപ്പേഷണൽ ഹെൽത്ത് പ്രോബ്ലംസ്, അവരുടെ അസുഖങ്ങൾ കുറക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, നല്ല രീതിയിൽ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റൽസിന്റെ ഇമേജ് ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ ബെനിഫിറ്റ്സ്? ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ 17. നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കിട്ടിയോ? ചാപ്റ്റർ 17. റിജോ, നെക്സ്റ്റ് ചാപ്റ്റർ നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, നോക്കിക്കോളൂ. നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കിക്കോളൂ. നഴ്സിംഗ് ഈസ് എ പ്രൊഫഷൻ ദാറ്റ് ഓഫേഴ്സ് സർവീസസ് വിച്ച് ബെനിഫിറ്റ് ദ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് പീപ്പിൾ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ലീഡർഷിപ്പ് പൊസിഷൻ ഇൻ എ സ്പെസിഫിക് ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. ഓക്കെ, നേഴ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആളുകൾക്ക്, ഓരോ ആളുകൾക്കും എന്താണ്, അവരുടെ ഹെൽത്തിനും വെൽബീയിങ്ങിനും ആവശ്യമായിട്ടുള്ള സർവീസുകൾ നൽകുന്ന ഒരു പ്രൊഫഷൻ ആണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നേഴ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആളുകൾക്ക് അവരുടെ ഹെൽത്തിനും വെൽബീയിങ്ങിനും ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നതിനുള്ള ഒരു പ്രൊഫഷൻ ആണ് നേഴ്സിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ, ഒരു ഹോസ്പിറ്റൽസിലെ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ആണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ക്ലിയർ ആണോ? അത് നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സർവീസുകൾ നൽകുന്ന ഒരു പ്രൊഫഷൻ ആണ്. ഇനി നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിലെ ഏറ്റവും ലീഡർഷിപ്പ് പൊസിഷനിലുള്ള ഒരു എന്താണ്, ഒരു പൊസിഷൻ ആണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. Definition നോക്കിക്കോളൂ. The definition of administration refers to the collection of people who are in charge of making and applying laws and norms, or those in leadership position who come for important tasks such as staffing process. അതായത് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽസിലെ നേഴ്സിംഗുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കുക, അതേപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രമീകരിക്കുക, അതേപോലെ ജീവനക്കാരെ, സ്റ്റാഫുകളെ നിയമിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? തീരുമാനങ്ങൾ എടുക്കുക, അതേപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ക്രമീകരിക്കുക, പിന്നെന്തായിരുന്നു, സ്റ്റാഫുകളെ നിയമിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? സോ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞു. നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഹോസ്പിറ്റൽസിലെ ലീഡർഷിപ്പ് പൊസിഷൻ ആണ്. ഇനി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫുകളെ നിയമിക്കുക, അതേപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതിനുള്ള ഒരു കൂട്ടം ആളുകളെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റാഫിംഗ് പ്രോസസ് കണ്ടോ? സ്റ്റാഫിംഗ് പ്രോസസ്, ഇത് രണ്ടിലും തീരുമാനങ്ങൾ എടുക്കുന്നത് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? Staffing means the continuous process of searching, choosing, analyzing and creating working relationship with the present or future employees. Staffing എന്ന് പറഞ്ഞ സാധാരണ എന്താ? ആളുകളെ നിയമിക്കുക, തിരഞ്ഞെടുക്കുക അല്ലേ? ജീവനക്കാരെ എന്ത് ചെയ്യുക? കണ്ടെത്തുക, അവരെ നിയമിക്കുക, എന്താണ്? ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ജീവനക്കാരെ കണ്ടെത്തുക, നിയമിക്കുക, ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ സ്റ്റാഫിംഗ്? Then staffing process എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സ്റ്റാഫിംഗ് പ്രോസസ്, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് വരും, അതിൽ നിന്ന് റാൻഡം ബേസിൽ ഒരാളെ തിരഞ്ഞെടുത്ത് അപ്പോയിന്റ് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയാണോ ശരിയായ രീതി? ആ ഒരു നിയമനം എന്ന് പറയുന്നത് ചില പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അല്ലെ? ഏതൊക്കെയായിരിക്കാം? നോക്കിക്കോളൂ. സ്റ്റാഫിംഗ് പ്രോസസ്
Staffing process involves manpower planning to have the right person in the right position. That means staffing process consists of identifying the type and amount of nursing care needed by the patient and selecting and appointing personnel from the obtainable applicants. എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് തരത്തിലുള്ള നേഴ്സിംഗ് കെയർ ആണ് ഒരു പേഷ്യന്റിന് വേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് മീൻസ് ഒരു ഹോസ്പിറ്റൽസിന് ഏത് ടൈപ്പ് ഓഫ് നേഴ്സിനെയാണ് വേണ്ടത്, അവരെ കണ്ടെത്തി അനലൈസ് ചെയ്ത് അവർക്ക് എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി എന്താണ് റൈറ്റ് പേഴ്സണെ റൈറ്റ് പൊസിഷനിലേക്ക് നിയമിക്കുക. ഓക്കെ, അതിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സ്റ്റാഫിംഗ് പ്രോസസ്, റൈറ്റ് പേഴ്സണെ റൈറ്റ് പൊസിഷനിൽ നിയമിക്കുക. സോ ഇൻട്രൊഡക്ഷൻ പാർട്ട് ക്ലിയർ ആണോ? നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷൻ ആണെന്ന് പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ക്രമീകരിക്കുക, അതേപോലെ സ്റ്റാഫുകളെ നിയമിക്കുക, പിന്നെന്തായിരുന്നു തീരുമാനങ്ങൾ എടുക്കുക, ഡിസിഷൻ എടുക്കുക, സ്റ്റാഫുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ജീവനക്കാരെ കണ്ടെത്തുക, അനുയോജ്യമായിട്ടുള്ള ജീവനക്കാരെ കണ്ടെത്തുക, നിയമിക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് പ്രോസസ് ഏത് രീതിയിലായിരിക്കണം? റൈറ്റ് പേഴ്സൺ ആയിരിക്കണം ആ റൈറ്റ് പൊസിഷനിലേക്ക് വരേണ്ടത്. ഒരു ഹോസ്പിറ്റൽസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നേഴ്സസ് ഉണ്ട് അല്ലേ? രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ട്, അതേപോലെ അനസ്തെറ്റിസ്റ്റ് നേഴ്സ് ഉണ്ട്. അപ്പൊ ഏത് നേഴ്സിനെയാണ് വേണ്ടത്? ഓക്കെ, ആ നേഴ്സിനെ കണ്ടെത്തി എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടെന്ന് ഉറപ്പുവരുത്തി അവർ അനലൈസ് ചെയ്ത് എന്താണ് ക്വാളിഫിക്കേഷനെ ഉറപ്പുവരുത്തി അപ്പോയിന്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻ. ഓക്കെ, ഒരു സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുമ്പോൾ ചില ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ, recognizing the type and amount of nursing care required by the patient. അതായത് ഒരു പേഷ്യന്റിന്, ഒരു രോഗിക്ക് ഏത് ടൈപ്പ് ഓഫ് കെയർ ആണ് ആവശ്യം, ആ കെയർ പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരു നേഴ്സിനെ ആയിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത്. ക്ലിയർ ആണോ ഇത്? ഒരു ഹോസ്പിറ്റലിൽ ഏത് ഫീൽഡിലാണ് ഏത് നേഴ്സിനെയാണ് ആവശ്യം, ആ നേഴ്സിനെയാണ് കണ്ടെത്തേണ്ടത്. സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിംഗ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. അതേപോലെ ലഭിച്ചിരിക്കുന്ന ആപ്ലിക്കൻസിൽ നിന്നും സെലക്ട് ചെയ്യുക, ഒരു എന്താണ് കറക്റ്റ് എല്ലാ ക്വാളിഫിക്കേഷനുമുള്ള ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ അവരുടെ ക്വാളിഫിക്കേഷനും അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിന് ഏത് ടൈപ്പ് ഓഫ് നേഴ്സ് ആണ് വേണ്ടതെന്നും കൺസിഡർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? 2 പോയിന്റ്. Then aim of nursing administration contract on 3 basic elements. ഇനി നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ആയിട്ടുള്ള എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഹൈ ക്വാളിറ്റി ഓഫ് നേഴ്സിംഗ് കെയർ സർവീസ്. നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഹൈ ക്വാളിറ്റി ഓഫ് നേഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഉയർന്ന നിലവാരത്തിലുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? അതാണ് ഫസ്റ്റ് ലക്ഷ്യം, ഒബ്ജക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എയിം ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ എന്താണ്? എ സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് എ ചാൻസ് ടു ഡെവലപ്പ് ദെയർ നോളജ് ആൻഡ് സ്കിൽ. സ്റ്റാഫുകളുടെ നോളജും അവരുടെ സ്കില്ലും അവരുടെ അറിവും കഴിവും വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എന്താണ് ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എൻവയോൺമെന്റ്, ഒരു വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സ്റ്റാഫുകളുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വർക്ക് പ്ലേസ് എൻഹാൻസ് ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ എന്താണ്? എ മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആൻ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ സർവീസസ് ഇൻ ദി മോസ്റ്റ് ഫ്രൂഗൽ മാനർ. ഫ്രൂഗൽ മാനർ മീൻസ് എന്താണ്? ചെലവ് കുറച്ചുകൊണ്ട്, അതായത് ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാ റിസോഴ്സസും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണ് നേഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക. ചിലവ് കുറച്ചുകൊണ്ട് എല്ലാ റിസോഴ്സസും മാക്സിമം എന്താണ് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക. ഈ 3 എയിംസ് ആണ് നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത്. ക്ലിയർ ആണോ? അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ? ഫസ്റ്റ് വൺ എന്താണ്? ഉയർന്ന നിലവാരത്തിലുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? ആ സ്റ്റാഫുകളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു വർക്ക് പ്ലേസ്, ഒരു ഹെൽത്തി വർക്ക് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്?
ഫ്രൂഗൽ മാനർ വിച്ച് മീൻസ് ചെലവ് കുറച്ചുകൊണ്ട് എല്ലാ റിസോഴ്സസും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള നേഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക. Then important elements of staffing. സ്റ്റാഫിംഗിലെ പ്രധാനപ്പെട്ട എലമെന്റ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്. നമ്മളൊരു സ്റ്റാഫിനെ, ഒരാളെ നിയമിക്കുമ്പോൾ, ഒരു ജീവനക്കാരനെ നിയമിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങള്? ഫ്രൂഗൽ മീൻസ് ചെലവ് കുറച്ചുകൊണ്ട് എല്ലാ റിസോഴ്സസും മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള നേഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ നിയമിക്കുമ്പോൾ ചില ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില എലമെന്റ്സുകൾ കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാണ്? ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്. It depends on the suitable educational training given to the nursing staff for the kind of service they are being made ready for. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നേഴ്സ്, എത്ര നേഴ്സ് വേണം ഒരു ഹോസ്പിറ്റൽസിന്, എത്ര നമ്പർ ഓഫ് നേഴ്സസ് വേണമെന്ന് അറിഞ്ഞിരിക്കണം, വേണ്ടേ? ഇനി അവർക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് നമ്മൾ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, നമ്മൾ പറയുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സ്കില്ല് അവർക്കുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം. ക്ലിയർ ആണോ ഇത്? ആൻഡ് ദ സെക്കൻഡ് വൺ, യൂട്ടിലൈസേഷൻ. എന്താണ് യൂട്ടിലൈസേഷൻ? നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കണം. The nursing staff must be allotted work in such a way that the knowledge skill acquired are best used for the purpose they were imparted or trained. അതായത് സ്റ്റാഫുകളെ ഏത് രീതിയിലായിരിക്കണം നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്? വിച്ച് മീൻസ് പലതരത്തിലുള്ള നേഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. രജിസ്റ്റേർഡ് നേഴ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ പിന്നെ ഏതായിരുന്നു, അനസ്തെറ്റിസ്റ്റ് നേഴ്സ് വരുന്നുണ്ട് അല്ലെ. അനസ്തെറ്റിസ്റ്റ് നേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെന്താണ്? അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നേഴ്സസ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആ ഫീൽഡിലായിരിക്കണം അവരെ വിനിയോഗിക്കേണ്ടത്. ഓക്കെ, ആ ഒരു ഏരിയയിലായിരിക്കണം അവർക്ക് ഡ്യൂട്ടി കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് അവരുടെ സ്കില്ലും നോളജും അവർക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അവരെ പിടിച്ച് കാഷ്വാലിറ്റിയിൽ കൊണ്ടിടാൻ പാടുണ്ടോ? അവർ ഏത് മേഖലയിലാണോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ, ആ ഒരു ഫീൽഡിലായിരിക്കണം അവർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് അവരുടെ സ്കില്ല് അല്ലെങ്കിൽ നോളജ് എൻഹാൻസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുകയുള്ളൂ. ക്ലിയർ ആണോ ഇത്? ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. ഫസ്റ്റ് ക്വാളിറ്റി, ക്വാണ്ടിറ്റി അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് എന്താണ്? ക്വാളിറ്റി ഉണ്ടോ, വിച്ച് മീൻസ് അവർക്കെല്ലാം എന്താണ്? ക്വാളിഫിക്കേഷനും ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, അതേപോലെ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം. ഇനി അവർക്ക് ട്രെയിനിങ് ലഭിച്ച ആ ഒരു ഫീൽഡിൽ തന്നെ ആയിരിക്കണം അവർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടി നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. നെക്സ്റ്റ് പേജ്, ഫസ്റ്റ് ടോപ്പിക്, സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്. ഇനി ഒരു സ്റ്റാഫിനെ നിയമിക്കുമ്പോൾ ഏത് സിസ്റ്റത്തിന്റെ ബേസിലാണ് ഒരു സ്റ്റാഫിനെ നിയമിക്കുന്നത്? അവരുടെ ഡ്യൂട്ടി തീരുമാനിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്? നോക്കിക്കോളൂ. റെക്കഗ്നൈസ്. റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജോ? Next page. Okay. Recognize the nursing care hours needed to care for a patient for a day or for a shift. Staffing relies on a capacity of hospital, standard provided, number of beds and different treatment services. In anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category. Self-care, minimal care, full care, intensive care, because care needs differ from category to another. ഓക്കെ, ഈ ഒരു സ്റ്റാഫിനെ നിയമിക്കുമ്പോൾ അവർക്ക് എത്ര ഡ്യൂട്ടി ടൈം ഉണ്ട് അത് കണ്ടെത്തിയിരിക്കണം. ഓക്കെ, ഒരു പേഷ്യന്റിന് എത്ര ടൈം വരെ കെയർ കൊടുക്കേണ്ടതുണ്ട്, അതാണ് അവരുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത്. അത് കണ്ടെത്തിയിരിക്കണം. അതേപോലെ തന്നെ ഹോസ്പിറ്റൽസിന്റെ കപ്പാസിറ്റി, അതായത് ലാർജ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് സ്റ്റാഫുകൾ വേണം, വേണ്ടേ? ഒരു ചെറിയ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് എന്താണ്, കമ്പയർഡ് ടു എ സ്മോൾ ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽസിന് എന്താണ്, ലാർജ് നമ്പർ ഓഫ് സ്റ്റാഫുകൾ ആവശ്യമാണ് അല്ലെ. അപ്പോൾ ഹോസ്പിറ്റൽസിന്റെ കപ്പാസിറ്റി, അതേപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകൾ, അവിടെ അവൈലബിൾ ആയിട്ടുള്ള ബെഡുകൾ, അതേപോലെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്, ഇതിന്റെ എല്ലാം ബേസിലാണ് എത്ര നമ്പർ ഓഫ് സ്റ്റാഫുകൾ വേണമെന്ന് തീരുമാനിക്കുന്നത്. ക്ലിയർ ആണോ? ഒരു സ്റ്റാഫിനെ എത്ര സ്റ്റാഫുകൾ വേണമെന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ എല്ലാം ബേസിലാണ്?
ഹോസ്പിറ്റൽസിന്റെ കപ്പാസിറ്റി, അതേപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് ഫെസിലിറ്റീസ്, ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്, അതേപോലെ ബെഡ്, എത്ര പേഷ്യന്റിനെ കിടത്തി ചികിത്സ നൽകാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിന്റെ എല്ലാം ബേസിസിലാണ് ഒരു സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നത്. ഇനി അവർക്ക് വരുന്ന ഡ്യൂട്ടി എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കിക്കോളൂ. In anticipating nursing workload, a manager must calculate not only the total number of patients to be cared for, but also the proportion in each category. അതായത് ഒരു പേഷ്യന്റിന്റെ ഡ്യൂട്ടി, ഒരു നേഴ്സിന്റെ ഡ്യൂട്ടി തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിലായിരിക്കാം? അവർക്ക് എത്ര ഡ്യൂട്ടി ടൈം കൊടുക്കണം, അവരുടെ ഷിഫ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് എന്തിന്റെ ബേസിലായിരിക്കാം? ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ്, ഓക്കെ, രോഗികളുടെ മൊത്തത്തിലുള്ള എണ്ണത്തിന്റെ ബേസിൽ. ക്ലിയർ ആണോ? അതുകൂടാതെ അത് മാത്രമല്ല പിന്നെന്താണ്, കാറ്റഗറി നോക്കേണ്ടതുണ്ട്. അതായത് സെൽഫ് കെയർ, മിനിമൽ കെയർ, ഫുൾ കെയർ, ഇന്റൻസീവ് കെയർ. ക്ലിയർ ആണോ? ഇത് സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജസ്റ്റ് ഒരു പേഷ്യന്റ് വന്നു, ജസ്റ്റ് ആ നേഴ്സ് എന്ത് ചെയ്യുക, മെഡിസിൻ കൊടുക്കുക, അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. മിനിമൽ കെയർ ആണെങ്കിലോ കുറച്ചുകൂടി എന്താണ്, ചിലപ്പോൾ വൈറ്റൽ സയൻസുകളൊക്കെ, വൈറ്റൽസ് ഒക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരാം. ഓക്കെ. ഫുൾ കെയർ അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ എന്താണ്, നമ്മൾ ഫുൾ അറ്റൻഷൻ ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു നേഴ്സ് ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പോൾ ഈ കാറ്റഗറിയുടെ ബേസിൽ കൂടിയാണ് അവരുടെ ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റും അതേപോലെ കാറ്റഗറീസിന്റെയും ബേസിലാണ് ഒരു നേഴ്സിന്റെ ഡ്യൂട്ടി തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ സ്റ്റാഫുകളുടെ എണ്ണം തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിലാണ്? ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി, അതേപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്, ബെഡുകളുടെ എണ്ണം, പിന്നെന്താണ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസിന്റെ, ഓക്കെ, ട്രീറ്റ്മെന്റ് സർവീസ്, ഇതിന്റെ എല്ലാം ബേസിലാണ് സ്റ്റാഫുകളുടെ എണ്ണത്തെ തീരുമാനിക്കുന്നത്. ഇനി അവരുടെ ഡ്യൂട്ടി തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിലാ? ഡ്യൂട്ടി തീരുമാനിക്കുന്നത് എന്തിന്റെ ബേസിലാ? പേഷ്യന്റിന്റെ എണ്ണം, അതേപോലെ തന്നെ കാറ്റഗറീസ്. ഓക്കെ, ഏത് കാറ്റഗറിയിലാണ്, ഏത് ഏരിയയിലാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ആ സ്റ്റാഫ് വർക്ക് ചെയ്യേണ്ടത്, അതിന്റെ ബേസിലും കൂടിയാണ് അവരുടെ ഡ്യൂട്ടി തീരുമാനിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേഴ്സിംഗ് എന്താ? നേഴ്സിംഗ് എന്ന് പറഞ്ഞാല് വാട്ട് ഡു യു മീൻ ബൈ നേഴ്സിംഗ്? പറയൂ. സർവീസ് നൽകുന്ന പ്രൊഫഷനാണ് നഴ്സിംഗ്. ആളുകൾക്ക് ആവശ്യമായ എല്ലാ സർവീസും നൽകുന്ന പ്രൊഫഷനാണ് നേഴ്സിംഗ്. ഇനി അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലോ? അഡ്മിനിസ്ട്രേഷൻ തീരുമാനങ്ങൾ എടുക്കുന്നതും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓർഗനൈസ് ചെയ്യുന്നതും. അതായത് സ്റ്റാഫിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, ഓക്കെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ക്രമീകരിക്കുക, ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫിംഗ് ജസ്റ്റ് എന്താ? ജീവനക്കാരെ കണ്ടെത്തുക, നിയമിക്കുക, അവരെ അപ്പോയിന്റ് ചെയ്യുക, നിയമിക്കുക, ആ ഒരു പ്രോസസ്സാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതില്? മെയിൻ ആയിട്ട് റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പൊസിഷൻ. ഓക്കെ, ശരിയായ പൊസിഷനിലേക്ക് എന്താണ്, റൈറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ആയിരിക്കണം അപ്പോയിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ലഭിച്ചിരിക്കുന്ന ആപ്ലിക്കൻസിൽ നിന്നും എന്താണ്, അവരെ ഐഡന്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് ഒരു കറക്റ്റ് വ്യക്തിയെ ആ പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് പ്രോസസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാണത്? ഒരു ഹോസ്പിറ്റൽസിന് ഏത് ടൈപ്പ് ഓഫ് നേഴ്സിനെയാണ് ആവശ്യം, അത് കണ്ടെത്തണം. പിന്നെന്തായിരുന്നു? ലഭിച്ചിരിക്കുന്ന എന്താണ് ആപ്ലിക്കൻസിൽ നിന്നും എന്താണ് ശരിയായിട്ടുള്ള ആളെ സെലക്ട് ചെയ്യുക. ഇനി ഇതിന്റെ എയിം എന്തൊക്കെയാണ്? നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എയിം, ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഹരിത എന്തൊക്കെയായിരുന്നു? ഹൈ ക്വാളിറ്റിയുള്ള നേഴ്സിംഗ് കെയർ, ഉയർന്ന നിലവാരത്തിലുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ തന്നെ സ്റ്റാഫുകൾക്ക് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്തായിരുന്നു? ചെലവ് കുറച്ചുകൊണ്ട് എന്താണ്, എല്ലാ റിസോഴ്സുകളും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക. ഇനി സ്റ്റാഫിങ്ങിലെ ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഏതൊക്കെയാ? ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്.
സ്റ്റാഫുകളുടെ എണ്ണം അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടോ, എല്ലാ ട്രെയിനിങ്ങും ലഭിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ യൂട്ടിലൈസേഷൻ, ഓരോ സ്റ്റാഫുകൾക്കും ഏത് മേഖലയിലാണ് അവർക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളത് ആ ഒരു ഫീൽഡിലായിരിക്കണം അവർ ഡ്യൂട്ടിക്ക് വേണ്ടി അസൈൻ ചെയ്യേണ്ടത്. ദെൻ സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ്, ഒരു സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഹോസ്പിറ്റൽസിന്റെ കപ്പാസിറ്റി, ബെഡിന്റെ എണ്ണം, അതേപോലെ ട്രീറ്റ്മെന്റ് സർവീസ്, ഓക്കെ, ഇത്തരം ഫെസിലിറ്റീസിന്റെ ഒക്കെ ബേസിലാണ് എത്ര നമ്പർ ഓഫ് സ്റ്റാഫുകൾ വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി അവരുടെ ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഓരോ കാറ്റഗറീസിന്റെ ബേസിലും അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ എണ്ണവും കൂടി കണക്കിലെടുത്താണ് ഒരു സ്റ്റാഫിന്റെ ഡ്യൂട്ടി തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതില്? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം. സോ മസ്റ്റ് ആയിട്ട് എന്താണ് എല്ലാവരും ഇത് ഫുള്ള് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, Okay, ma'am. Thank you. ഓക്കെ, ബൈ. Thank you, miss.